ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ PCODനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെയാണ് ഒഴിവാക്കിയത്, ഞാൻ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത്, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ഏത് എക്സസൈസ് ആയിരുന്നു ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്, പിന്നെയെന്ന് വെച്ചാൽ ഞാൻ എടുത്ത ട്രീറ്റ്മെൻറ്റ് എന്നീ 3 കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ 2 ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചിരുന്നു. അതിൽ പിന്നെ 3ാമത്തെ ഹോസ്പിറ്റലിൽ നിന്നാണ് PCOD ആണെന്ന് എനിക്ക് സ്കാനിങ്ങിലൂടെ മനസ്സിലായത്. 2 ഹോസ്പിറ്റലിൽ നിന്ന് സ്കാനിങ് ചെയ്തില്ലായിരുന്നു. എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കിട്ടിയത്. പീരിയഡ്സ് റെഗുലർ ആയിരുന്നു. ബാക്കി മുടി കൊഴിച്ചിൽ, മുഖക്കുരു, അങ്ങനെ കുറേ ബുദ്ധിമുട്ട്. പിന്നെ മെയിനായിട്ട് നന്നായിട്ട് തടി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടായത് കാരണമാണ് ഞാനിത് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ ഫെർട്ടിലിറ്റി, ഇത് മെയിൻ ഘടകമാണല്ലോ. അങ്ങനെ അതും ഉണ്ടായിരുന്നു. 3-4 വർഷം കഴിഞ്ഞിട്ടും മക്കളില്ലാഞ്ഞിട്ട് അതും ഞാനൊന്ന് കൺസൾട്ട് ചെയ്തിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഈ ഡയറ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നന്നായിട്ട് ഷുഗർ ഒഴിവാക്കി, ഫുൾ അവോയ്ഡ് ചെയ്ത് ഷുഗർ. ഫുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് രോഗം വന്നാലും അപ്പോഴാണ് നമ്മൾ ഒന്ന് ബോധേഡാവുക ആ കാര്യത്തിൽ. അങ്ങനെ ഞാൻ ഷുഗർ ഫുള്ളായിട്ട് ഞാൻ ഒഴിവാക്കി. ചായ, കാപ്പി, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഞാൻ ഒഴിവാക്കി. അതൊക്കെ ഒരു അഡിക്ഷനാണ്. അതങ്ങ് ഒഴിവാക്കി കഞ്ഞി, ജ്യൂസ്, അങ്ങനെയെല്ലാം. അതിന് പകരം കുറേ ഫ്രൂട്ട്സ്, കുറേ ഒന്നുമില്ല, എന്തെങ്കിലും നമുക്ക് തോന്നുമ്പം ആ ടൈമിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്ത് കഴിക്കാം. പിന്നെയെന്ന് വെച്ചാൽ പൊരിച്ച സാധനങ്ങളൊന്നും ഞാൻ കഴിക്കലില്ലായിരുന്നു. പിന്നെ ചിക്കന്, ചോറ് ഒരളവ് കുറച്ച് കഴിക്കാൻ തുടങ്ങി, ഒരു നേരം കഴിക്കാൻ തുടങ്ങി. നൈറ്റത്തെ ഫുഡ് ചപ്പാത്തിയോ അല്ലെങ്കിൽ കക്കിരി അങ്ങനെ എന്തെങ്കിലും ആക്കി മാറ്റിയെടുത്ത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ സൂംബയാണ് ആദ്യം എക്സസൈസിന് വേണ്ടി ചൂസ് ചെയ്തത്. അതാകുമ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യാമല്ലോ. എക്സസൈസ് ആകുമ്പോൾ നമുക്ക് അങ്ങ് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഇതൊരു മ്യൂസിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് തോന്നും. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് നമ്മളെ മൂഡ് നന്നായിട്ട് മാറ്റിയെടുക്കണം. നമുക്ക് അത് വേണ്ട, അത് ചെയ്യണ്ട എന്നുള്ള ആ മൂഡേ നമുക്ക് മാറ്റണം. നമുക്ക് എന്താ ലക്ഷ്യം എന്ന് വെച്ചാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു മോട്ടിവേഷൻ നമുക്കിങ്ങനെ നമ്മൾ തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്കെല്ലാം റെഡി ആയി വരും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ എക്സസൈസ് കഴിഞ്ഞു. പിന്നെ ഡയറ്റ്, ഓയിൽ, ഷുഗർ, പിന്നെ ചിക്കൻ ഐറ്റംസ്, അങ്ങനത്തെ ജങ്ക് ഫുഡ്സ്, ഇത് 4ഉം കംപ്ലീറ്റായിട്ട് ഒഴിവാക്കി എന്ന് വേണം ഞാൻ പറയാൻ. കാരണം എന്താ വെച്ചാൽ എനിക്കതൊരു ചലഞ്ച് പോലെ ആയിരുന്നു. അതൊന്ന് കംപ്ലീറ്റായിട്ട് എനിക്ക് ഒഴിവാക്കിയെടുക്കണം. അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഒഴിവാക്കി നന്നായിട്ട് എക്സസൈസും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റിന് കാണിച്ചു. അതിന് 3 മാസം ഗുളിക കഴിച്ചു. അങ്ങനെ എനിക്ക് ഒരുപാട് മാറ്റം എൻ്റെ അടുത്ത് വന്നു. അങ്ങനെയാണ് എൻ്റെ PCOD ഒരുവിധം ഞാൻ കൺട്രോൾ ചെയ്ത് പോയത്. അങ്ങനെ ഞാൻ അതിലൂടെ ആ ഒരു എന്താ പറയുക, ഒരു റൂട്ടിലൂടെ ഞാൻ പോയപ്പോൾ എനിക്ക് നന്നായിട്ട് മാറ്റം അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ PCOD റെഡിയായി വന്നത്. ഇനിയും ഞാൻ പറയുന്നുണ്ട്. അതുവരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.